വെൽക്കം ബാക്ക് ടു ദി ഡിവൈൻ മെർസി ഷാസ്. ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പ്രവാചകരിൽ ഒരാളായ നമ്മോട് വിട പറഞ്ഞു പോയ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ ലോകത്തിന് നൽകിയിട്ട് പോയ തൻ്റെ അവസാനത്തെ സന്ദേശം എന്ന് പറയുന്നത് ഈശോയുടെ തിരുഹൃദയത്തെക്കുറിച്ചുള്ള സന്ദേശമാണ്. അവൻ നമ്മെ സ്നേഹിച്ചു എന്ന ചാക്രിക ലേഖനത്തിലൂടെ പരിശുദ്ധ പിതാവ് ഓരോ മനുഷ്യനോടും ക്രിസ്തുവിൻ്റെ തിരുഹൃദയത്തിൽ ദൃഷ്ടി ഉറപ്പിക്കുവാനും അവിടുത്തെ തിരുഹൃദയത്തെക്കുറിച്ച് ധ്യാനിക്കുവാനും ആവശ്യപ്പെടുകയാണ്. സങ്കീർത്തനം 34:5 നമ്മൾ വായിക്കുകയാണ്, അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി അവർ ലജ്ജിതരാവുകയില്ല. ദൈവകരുണയുടെ ഛായാചിത്രത്തിലേക്ക് നാം നോക്കുമ്പോൾ കർത്താവ് തൻ്റെ തിരുവിലാവിൻ്റെ ഭാഗത്ത് വസ്ത്രം ഒരു വശത്തേക്ക് മാറ്റിപ്പിടിച്ച് തൻ്റെ തിരുഹൃദയത്തിലെ മുറിവിലേക്ക് നോക്കുവാൻ നമ്മെ ക്ഷണിക്കുന്നതായി നാം കാണുകയാണ്. ആ തിരുവിലാവിലെ മുറിവിൽ നിന്ന് ചുവന്നതും വെള്ളയുമായ 2 പ്രകാശരശ്മികൾ ബഹിർഗമിക്കുന്നതായി ദൈവകരുണയുടെ ഛായാചിത്രത്തിൽ നമ്മൾ കാണുന്നുണ്ട്. വിശുദ്ധ ജോൺ പോൾ II മാർപ്പാപ്പ ഈ പ്രകാശരശ്മികളെ കുറിച്ച് പറയുന്നത്, ചുവന്ന രശ്മികൾ കരുണയുടെ കുദാശയായ വിശുദ്ധ കുർബാനയെയും വെള്ളരശ്മികൾ കരുണയുടെ കുദാശയായ കുംഭസാരത്തെയും സൂചിപ്പിക്കുന്നുവെന്നാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഓരോരുത്തരുടെയും ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് ഈശോയുടെ തിരുഹൃദയമാണ്. ആ തിരുഹൃദയത്തിലേക്കാണ് ഞാനും നിങ്ങളും യാത്ര ചെയ്യുന്നത്. ആ തിരുഹൃദയത്തിൽ അണയുവാൻ ദൈവം നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന, ആ തിരുഹൃദയത്തിൽ കയറിപ്പറ്റുവാൻ കർത്താവ് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന രക്ഷയുടെ 2 ഗോവണികളാണ് കരുണയുടെ കുദാശകളായ കുംഭസാരവും വിശുദ്ധ കുർബാനയും. കൂടെ കൂടെ കുംഭസാരിച്ച് കൂടെ വിശുദ്ധ കുർബാന സ്വീകരിച്ച് കർത്താവിൻ്റെ തിരുവിലാവിൽ അണയുവാനാണ് ദൈവം ഈ കാലഘട്ടത്തിൽ നമ്മളോട് ആവശ്യപ്പെടുന്നത്. പ്രിയ ദൈവ പൈതലേ, ഒരു കാര്യം നിന്റെ ഓർമ്മയിലുണ്ടാകണം. ഏതാനും മണിക്കൂറുകളെ ഒരുപക്ഷെ നിന്റെ ജീവിതത്തിൽ ഇനി ജീവിതം ബാക്കിയുള്ളൂ. ഏതാനും ദിവസങ്ങൾ, ഏതാനും മാസങ്ങൾ, ഏതാനും വർഷങ്ങൾ നിന്റെ ജീവിതത്തിൽ ഇനി ബാക്കിയുള്ള സമയം എന്ന് പറയുന്നത് കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് നിന്റെ ആത്മാവിൻ്റെ രക്ഷ ഉറപ്പുവരുത്തുവാൻ ദൈവം നിനക്ക് അനുവദിച്ചു നൽകിയിരിക്കുന്ന സമയമാണ്. കർത്താവിൻ്റെ വാത്സല്യഭാജനമേ, കർത്താവ് കനിഞ്ഞു നൽകിയ കരുണയുടെ ഈ 2 കൂദാശകളിൽ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ നാം ആശ്രയിക്കുമെങ്കിൽ നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയെ നമുക്ക് ഉറപ്പുവരുത്തുവാനായിട്ട് കഴിയും. ഒന്നുകൂടെ ചേർത്ത് പറയട്ടെ, ഒരു പുരോഹിതൻ തൻ്റെ ചങ്കോട് ചേർത്ത് വയ്ക്കുന്ന 2 കൂദാശകളാണ് കുംഭസാരവും വിശുദ്ധ കുർബാനയും. ഒരു പുരോഹിതൻ ജീവിക്കുന്നത് തന്നെ ഈ 2 കൂദാശകൾക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ഒരു പുരോഹിതനെ വെറുക്കുന്ന വ്യക്തിക്ക് കരുണയുടെ കൂദാശകളായ കുംഭസാരവും വിശുദ്ധ കുർബാനയും യോഗ്യതാപൂർവം സ്വീകരിക്കാൻ കഴിയില്ലെന്നുകൂടി അറിഞ്ഞിരിക്കണം. അപ്പോൾ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.